ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോയത് പ്ലാനറ്റോറിയത്തിലായിരുന്നു. പിന്നെ ഞാനും അച്ഛനും അമ്മയും ഏട്ടനുമായിരുന്നു പോയത്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഫിഷിൻ്റെ റൂമുകളിലാണ്. അപ്പോൾ കുറേ ഫിഷുകൾ കണ്ടു. അവിടെ കുറേ അക്വേറിയങ്ങളിലായിരുന്നു ഓരോ ഫിഷുകൾ. പിന്നെ അതൊക്കെ നോക്കിയിരുന്നു നമ്മൾ. പിന്നെ ഒരു വെള്ളപ്പൊക്കം പോലെ ഫിഷിൻ്റെ അക്വേറിയത്തിൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു. അത് നല്ലൊരിതായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഫിഷുകൾ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോട്ട് ഓടിക്കുന്നതായിരുന്നു. ഞാൻ അതിൽ കുറച്ച് നേരം എനിക്ക് ഓടിച്ച്, പിന്നെ എന്നോട് തെറ്റിപ്പോയി. അത് ഗെയിം കളിച്ചിട്ട് അപ്പം ഏട്ടനാക്കി. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും മിറർ ഉള്ളതായിരുന്നു വന്നത്. അവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ കീബോർഡിൻ്റെ സെക്ഷനിലായിരുന്നു വന്ന്. ഇങ്ങനെ കീബോർഡിന് തൊട്ടടുത്താൽ കീബോർഡിൻ്റെ പാട്ട് വരും. പിന്നെ ഏട്ടൻ ഒരു കറങ്ങുന്നതിൽ ഇരുന്ന് ഞാനും അച്ഛനും ഏട്ടനെ കറക്കി കൊടുത്തിരുന്നു. അതും നല്ലതായിരുന്നു. ഞാനും കറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്കാണ് വന്നത്. നമുക്ക് കുറേ പഠിക്കാനുണ്ട് ഇതിൽ. അതുകൊണ്ട് പ്ലാനറ്റോറിയത്തിനെ പറ്റി നമുക്ക് കുറേ പഠിക്കാനും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഈ പ്ലാനറ്റോറിയം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. എല്ലാവരും വരിക. പിന്നെ നമ്മൾ കുറേ എഴുത്തുകളൊക്കെ വായിച്ചു. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രം കണ്ടിരുന്നു, ഒരു ബിൽഡിംഗ് ആയിട്ട്. അതും നമ്മൾ നോക്കി. പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിം കണ്ടിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. അതിൻ്റെ അടുത്ത് എന്തോ ഒരു ഇത് ഇരുന്നു. അതിലൊക്കെ നമ്മൾ റെഡിയാക്കി. പിന്നെ കുറേ എഴുത്തുകളൊക്കെ വായിച്ചു. പിന്നെ ആളെ കണ്ടവർ ഞങ്ങൾ വിചാരിച്ച് ശരിക്കുള്ള ആളാണെന്ന്. പക്ഷേ മൈക്രോസ്കോപ്പിൽ നോക്കിയിരിക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് അതൊരു പ്രതിമയാണെന്ന്. പിന്നെ അതിൻ്റെ അവിടെ ഉള്ളതും ഞങ്ങൾ കുറേ വായിച്ചു നോക്കി. പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഒരു ബോള് ഹോളിൽ കൂടി താഴേക്ക് വീണിട്ട് എന്നിട്ട് നമ്മളെടുത്ത് ഇതാക്കണം. പിന്നെ കുറേ പഠിക്കാനുണ്ടായിരുന്നു നമുക്ക്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു ഇലൂഷ ഉണ്ടായിരുന്നു. എലൂഷ ഫോണിലാക്കുമ്പോൾ ഇതേമാതിരിയായിരുന്നു. അതും നല്ലതായിരുന്നു ഇലൂഷ. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു. പുറത്തുനിന്ന് ഞങ്ങൾ കുറേ പാർക്കും ഒക്കെ കളിച്ചു. ഇതിൽ ഞങ്ങൾ കയറി നോക്കി, ഇളകി നോക്കി. ഇപ്പോൾ ഇളകി താഴോട്ട് നടന്നപ്പോൾ അത് നോക്കി. അത് ഞാൻ ഷൂ ഇട്ടുകൊണ്ട് റെഡി ആയില്ല. അപ്പോൾ വേറെ ഒരാൾ വന്ന് എനിക്ക് കാണിച്ചു. പിന്നെ ഞാൻ കുറേ ഇതിലൊക്കെ കയറിയിട്ട് ഏട്ടൻ കാറ് പിടിച്ച് പൊട്ടുന്നു. അതിന് ഒരു കാര്യമില്ലായിരുന്നു. ഒരു കൈയോടൊക്കെ പൊട്ടിയിരുന്നു.
ഞാനും പൊക്കിയിട്ടുണ്ടായിരുന്നു ആ കാറ്. പിന്നെ ഒരു ഏണി പോലത്തെ ആയതിൽ ഞാൻ കയറി താഴം വരെ വരണം. ആദ്യം എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ അന്നോട് നോക്കിയപ്പോൾ റെഡിയാക്കി. ഊഞ്ഞാലൊക്കെ ആക്കി തന്നിരുന്നു. ഞാനും ഏട്ടനും ഊഞ്ഞാലാടിയപ്പോൾ അച്ഛൻ എങ്ങനെ ബാക്കിൽ വന്നാടി തന്നിരുന്നു. പിന്നെ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. അമ്മയായിരുന്നു വീഡിയോ എടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം ഊഞ്ഞാലാട്ടി കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റൊക്കെ നോക്കുന്നതിൽ കയറി അതിൽ ഒറ്റയ്ക്ക് കൈ കൊണ്ട് താഴ്ത്തണം നമ്മളുടെ ആ കയറ്. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് മേലോട്ട് താഴണം. എനിക്ക് കുറച്ച് ആക്കാൻ പറ്റുള്ളൂ. ഏട്ടൻ ആ കയറ് ഫുള്ള് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാറേൻ്റെ മുകളിൽ കയറേണ്ടതായിരുന്നു. ഞാൻ മുഴുവൻ ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നു. കയറി ഒരു കൊടിയുണ്ട്, ആ കൊടി പിടിക്കണം. ഏട്ടന് ആദ്യം നോക്കിയപ്പോൾ ശരിയായില്ല, ഷൂ സ്ലിപ്പായിപ്പോയി. രണ്ടാമത് നോക്കിയപ്പോൾ ലാസ്റ്റ് മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കയറ് പിടിച്ചായിരുന്നു കയറേണ്ടത്. അത് ഇത്തിരി ടഫായിരുന്നു. എന്നാലും പ്രശ്നമല്ല, പാറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ആ കൊടി തൊട്ട് കേട്ടോ. പിന്നെ ഏട്ടൻ കയറാൻ നോക്കിയപ്പോൾ സ്ലിപ്പായിപ്പോയി. ഫസ്റ്റ് താഴെ വീണുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കയറിപ്പോയി. ഏട്ടൻ എത്തി, ഫൈനൽ എത്തി. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നു. പിന്നെ കോഴിക്കോട് ബീച്ചിലെത്തി ബ്രൗണിയൊക്കെ തിന്ന്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.